ചിൽഡ്രൻസ് നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇന്ന് നമ്മൾ ഇപ്പൊ പഠിക്കാൻ പോകുന്നത് സയൻസ് ആണ്. സയൻസിൽ നിന്ന് ഉള്ള 10 മാർക്ക് എങ്ങനെ നേടാം PBQ വെച്ച് ടെക്നിക്ക് ആണ് പറയുന്നത്. ബയോളജി ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, ഫുൾ ടോപ്പിക്. ഓക്കെ, നമ്മൾ ഞാൻ എപ്പോഴും പറയും PBQ നമ്മൾ പഠിച്ച് അതിന്റെ എക്സ്പ്ലനേഷൻ പഠിച്ച് പോയി കഴിഞ്ഞാൽ അതി എത്ര കുറച്ച് നമുക്ക് പഠിച്ചാൽ മതി. വാരി വലിച്ച് പഠിക്കാനില്ല. എല്ലാം 2024, 23 റീസെന്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ എക്സ്പ്ലനേഷൻ പഠിച്ച് പോയാൽ മതി. ഏറെക്കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന പരീക്ഷയ്ക്ക് പോയി എഴുതുമ്പോൾ കുറെ ഓപ്ഷൻ വെട്ടിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പഠിക്കണതിൽ പിന്നെ സ്കിപ്പ് ചെയ്യാൻ നിൽക്കില്ല. മാക്സിമം സ്കിപ്പ് ചെയ്താണ് ഇപ്പൊ പഠിക്കുന്നത്. അപ്പൊ അതിൽ പിന്നെ സ്കിപ്പ് ചെയ്യാവുന്ന ഒന്നും കിട്ടൂല. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ചോദ്യം, നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധന പദ്ധതിയെ പറയുന്ന പേര്. അതായത് ജനിച്ചു വീഴുന്ന കുട്ടികളെ പരിശോധനകൾക്ക് വിധേയമായി അതിനൊരു രോഗവും ഒരു പ്രശ്നവും ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്ന ആ പദ്ധതി ആരോഗ്യ വകുപ്പിനും കേരള സർക്കാരും ചേർന്ന് നടത്തുന്ന പദ്ധതിയാണ്. അപ്പൊ നമുക്ക് ഇത് മാത്രം പഠിച്ചാൽ മതി. നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പദ്ധതി അത്ര പഠിച്ചാൽ മതി. അല്ലാതെ പിന്നെ ആരോഗ്യ വകുപ്പാണ് അങ്ങനെയൊന്നും പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ശലഭം പദ്ധതി, ഹൃദ്യം, ബാലമുകുളം, താലോലം ഏതാണ് ഉത്തരം എന്ന് ചോദിക്കും. ശലഭം പദ്ധതിയാണ് ഉത്തരം. ഏതാണ്? നവജാത ശിശുക്കൾ. അപ്പൊ ഈ ശലഭം പദ്ധതി ഇപ്പൊ ചോദിച്ചതായതുകൊണ്ട് അതിനെക്കുറിച്ച് കുറച്ചകത്തോട്ട് 2-3 പോയിന്റ് പഠിക്കണം. ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് ഈ പദ്ധതി ഉള്ളത്. ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ നവജാത ഈ സ്പോട്ടിൽ ജനിക്കുന്ന കുട്ടികളെ ആദ്യത്തെ 24 മണിക്കൂറും അടുത്ത 48 മണിക്കൂറും ഒക്കെ സർവൈലൻസിന് അതിന് ഓരോ ടെസ്റ്റുകൾ നടത്തും. ആ ശരീരത്തിൽ എന്തെങ്കിലും ഓരോ പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഈ ശലഭം പദ്ധതി. ഓക്കെ, ജനിച്ചു വീഴുന്ന നവജാത ശിശുക്കളുടെ കാര്യമാണ് പറയുന്നത്. ഒന്നാമത്തെ ടെസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക, വിസിബിൾ ബർത്ത് ഡിഫക്റ്റ്. ആദ്യത്തെ 24 മണിക്കൂറിന് കുട്ടിയെ ചെക്ക് ചെയ്യുന്ന ആ ഒരു ചെക്കിംഗ് ആണ്. വിസിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഡിഫക്റ്റുകൾ അതിനുണ്ടോ എന്നുള്ള കാര്യം നോക്കും, കാണാൻ പറ്റുന്ന. പിന്നെ അടുത്തത് 48 മണിക്കൂർ വരെ, 24 ആദ്യത്തെ ദിവസം കഴിഞ്ഞ് 24 മണിക്കൂർ തൊട്ട് 48 വരെയുള്ള ഒരു ചെക്കിംഗ് ആണ് പൾസ് ഓക്സിമെട്രിക് സ്ക്രീനിങ്. പൾസ് ഓക്സിമെട്രിക് സ്ക്രീനിങ്, ശരിയായ പൾസ് അതിനുണ്ടോ ഇല്ലയെന്ന് നോക്കും. അടുത്ത OAE എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. അത് ഇയർ കേൾവിയെ കുറിച്ചുള്ള ഒരു ടെസ്റ്റ് ആണ്. അതും ഈ 48 മണിക്കൂർ തന്നെ. പിന്നെ IEM ടെസ്റ്റുകളുണ്ട്. അതൊക്കെ ഈ ശലഭം പദ്ധതിയിൽ വരുന്ന ടെസ്റ്റ് ആണ്. ഇമ്പോർട്ടന്റ് പോയിന്റ്, ശലഭം പദ്ധതി ഏത് മിഷന്റെ ഭാഗമായാണ് വന്നത്? കേന്ദ്ര സർക്കാരിന്റെ ഏത് മിഷന്റെ ഭാഗമായാണ് ശലഭം പദ്ധതി എന്ന് പറയുന്ന പദ്ധതി വന്നത്? ചോദ്യം, രാഷ്ട്രീയ ബാൽ സ്വസ്ഥ് കാര്യക്രം എന്ന മിഷന്റെ ഭാഗമായിട്ട് വന്ന പദ്ധതിയാണ് ഈ പറഞ്ഞ ശലഭം പദ്ധതി. ചോദിച്ചതാണ്, എക്സ്പ്ലനേഷൻ പഠിക്കുക. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ജനിച്ച അന്ന് മുതൽ 18 വയസ്സ് പൂർത്തിയാവുന്നവരെ ഈ പദ്ധതി പ്രകാരം ഈ മിഷന്റെ ഭാഗമായി ആ കുട്ടി എപ്പോഴും ഈ ഒരു മിഷന്റെ ഭാഗമായി നിരീക്ഷണത്തിലായിരിക്കും അതിന്റെ വളർച്ചാഘട്ടം മുഴുവൻ. ഓക്കെ, അപ്പൊ രാഷ്ട്രീയ ബാൽ സ്വസ്ഥ കാര്യക്രമം, അതാണ് ആ ഒരു മിഷന്റെ ഭാഗമായാണ് ശലഭം പദ്ധതി വന്നത്. നവജാത ശിശുവിന്റെ ആരോഗ്യ പദ്ധതിയാണ്. എന്താണ് ഹൃദ്യം പദ്ധതി? ഇത് ഓപ്ഷനിൽ കിടന്ന ചോദ്യമാണ്. ഹൃദ്യം എന്ന് പറയുമ്പോൾ ഹൃദയം ആലോചിക്കണം. കുട്ടികൾക്ക് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഹൃദ്രോഗമുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ ഭാഗമായി ഹൃദ്രോഗം ഉണ്ടാവുകയാണെങ്കിൽ സൗജന്യമായ ചികിത്സ ലഭ്യമാക്കുന്നതായിരിക്കും. CHD എന്നും പറയും, ചിൽഡ്രൻ ഹാർട്ട് ഡിസീസ്. കേട്ടോ, അതും അങ്ങനെയും ചോദിക്കാം. ഓക്കെ, ഇനി ബാലമുകുളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ കുട്ടികൾക്കുള്ള ആരോഗ്യ പരിരക്ഷാ പദ്ധതിയാണ്. സൗജന്യ ആരോഗ്യ പരിരക്ഷാ പദ്ധതിയാണ് സ്കൂൾ കുട്ടികൾക്ക് എന്ന് പറഞ്ഞ് ചോദിച്ചത്. അതിനാണ് SCRT ഷോർട്ട് ഫോം എഴുതിയിട്ടേക്കുന്നത്. അപ്പൊ ബാലമുകുളം സ്കൂൾ കുട്ടികൾക്കുള്ള സൗജന്യ ആരോഗ്യ പരിരക്ഷാ പദ്ധതിയാണ്. ഇനി താലോലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരകമായ രോഗങ്ങൾ, ഹീമോഫീലിയ അങ്ങനെയുള്ള മാരകമായ രോഗങ്ങൾ, ഭയങ്കര ഇഷ്യൂ ആയിട്ടുള്ള രോഗങ്ങളുണ്ട്. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ താലോലമേ എഴുതാവൂ. അതിന് താലോലം പദ്ധതി പ്രകാരം 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാരകമായ രോഗങ്ങൾ, ഇത് പറയുന്ന ഏതെങ്കിലും മാരകമായ രോഗങ്ങൾ എടുത്ത് തരികയാണെങ്കിൽ പദ്ധതി താലോലമേ വരുള്ളൂ. ഒന്നുകിൽ മാരകമായ, കഠിനമായ അങ്ങനെ രോഗം എടുത്തു തരും, അല്ലെങ്കിൽ ഏറ്റവും കട്ടിയുള്ള രോഗം ഒരിക്കലും ഓപ്ഷനിൽ തരുന്നത്. അപ്പൊ അത് വരെയാണെങ്കിൽ താലോലം പദ്ധതിയാണ്. അതിന് ആദ്യ ഘട്ടമായിട്ട് 50,000 രൂപ കിട്ടും. 50,000 രൂപയാണ് ആദ്യം സൗജന്യ പരിരക്ഷാ പദ്ധതിയായിട്ട് കൊടുക്കുന്നത്. ഇത്രയാണ് അതിൽ വരുന്നത്. കേട്ടോ, ഏകദേശം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തൊരു ചോദ്യം, ഇവിടെ 4 ജോഡി തന്നിട്ടുണ്ട്. തെറ്റായ ജോഡി ഏത്? ഇൻസുലിനും ഗ്ലൂക്കാഗോണും, കാൽസിട്രോണിൻ പാരാതെർമോൺ, തൈമോസിൻ തൈറോക്സിൻ, സിമ്പത്തറ്റിക് പാരാസിമ്പത്തറ്റിക്. ഇതിൽ തെറ്റായ ജോഡി എന്ന് പറയുന്നത് ഈ തൈമോസിൻ തൈറോക്സിൻ എന്ന് പറയുന്നത് തെറ്റാണ്. തൈമോസിൻ വേറെ, തൈറോക്സിൻ വേറെ. തൈറോയിഡ് ഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്നതാണ് തൈറോക്സിൻ. തൈമോസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈമസ് ഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ്. പിന്നെ ഇൻസുലിനും ഗ്ലൂക്കാഗോണും തമ്മിൽ കണക്റ്റഡ് ആണ്.
കാൽസിറ്റോണിനും പാരാതെർമോണും കണക്റ്റഡ് ആണ്, സിമ്പത്തറ്റിക് ആന്റി പാരാസിമ്പത്തറ്റിക്കും കണക്റ്റഡ് ആണ്. പക്ഷെ തൈമോസിനും തൈറോക്സിനും ഒരേ ജോഡിയിൽ പെടില്ല, അത് തമ്മിൽ ബന്ധമില്ല. രണ്ട് ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന ഹോർമോൺസ് ആണ്. എന്താണ് തൈറോക്സിനെ കുറിച്ചുള്ള പ്രത്യേകതയും തൈമോക്സിനെ കുറിച്ചുള്ള പ്രത്യേകതയും നമുക്ക് നോക്കാം. ബേസിക് ആയിട്ടുള്ള മെറ്റബോളിക് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നതാണ് T4 എന്നറിയപ്പെടുന്ന തൈറോക്സിൻ ഹോർമോൺ. തൈറോക്സിൻ ഹോർമോണിന്റെ ഉപയോഗങ്ങൾ എന്തെന്ന് വെച്ചാൽ, ഒന്ന് ഊർജോൽപാദനം വർദ്ധിപ്പിക്കുന്നു, മസ്തിഷ്ക വളർച്ച ശൈശവ അവസ്ഥയിലും ഭ്രൂണാവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയെ സ്വാധീനിക്കുന്ന ഒരു ഹോർമോണാണ് ഈ പറയുന്ന തൈറോക്സിൻ. ഓക്കെ, തൈറോയിഡ് ഗ്രന്ഥി പുറപ്പെടുവിക്കുന്നതാണ്. കുട്ടികളുടെ ശരീര വളർച്ച പ്രതിനിധീകരിക്കുന്ന തൈറോക്സിന്റെ ഉൽപാദനം മൂലമാണ്. തൈറോക്സിന്റെ ഉൽപാദനത്തിൽ വരുന്ന വ്യത്യാസം കൊണ്ട് കുട്ടികൾക്ക് ശാരീരിക വളർച്ചക്കുറവൊക്കെ വരാം. ഓക്കെ, അടുത്തത് ഹൈപ്പോ തൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസവും. ഹൈപ്പർ എന്ന് പറഞ്ഞാൽ ഹൈപ്പിൽ നിൽക്കുന്നത്. തൈറോക്സിന്റെ അളവ് കൂടുന്നത് മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് ഈ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്. തൈറോയിഡ് ഉണ്ടാവുമെന്ന് നമ്മൾ പറയില്ലേ, അപ്പൊ ഇത് അളവ് കൂടിയും ഉണ്ടാവാം കുറഞ്ഞും ഉണ്ടാവാം. കൂടുമ്പോൾ ഉണ്ടാവുന്നതാണ് ഹൈപ്പർ തൈറോയിഡിസം. ഇതിന്റെ തൈറോക്സിന്റെ അളവ് കുറയുമ്പോഴാണ് ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാകുന്നത്. രണ്ടും പഠിച്ചോണം. ഇനി തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന നമ്മൾ ഈ പറഞ്ഞ രോഗപ്രതിരോധ ശേഷിക്ക് സഹായകമാകുന്ന തൈമോസിൻ എന്ന ഹോർമോൺ. ഓക്കെ, ഇനി ഇവിടെ അയഡിന്റെ ഒരു പോയിന്റ് ആയിട്ടിരുന്നു. അയഡിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൈറോയിഡിന്റെ അളവിനെ ത്വരിതപ്പെടുത്തുന്ന ഒരു ഘടകമാണ് അയഡിൻ. ഓക്കെ, അതിന്റെ ബാക്കി പോയിന്റ് പഠിക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ ഓപ്ഷൻസിലുള്ള കാര്യങ്ങൾ പഠിക്കണം. ഇതിൽ ഇൻസുലിനും ഗ്ലൂക്കാഗോണും എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ശരിയായ ജോഡിയാണ്. തമ്മിൽ രണ്ടും വിപരീത പ്രവർത്തനങ്ങൾ നൽകണമെങ്കിൽ രണ്ടും ഒരു ഗ്രന്ഥിയുടെ ഹോർമോൺസ് ആണ്. പാൻക്രിയാസ് ഗ്രന്ഥിയുടെ ഹോർമോൺസ് ആണ് ഈ പറയുന്ന ഇൻസുലിനും ഗ്ലൂക്കാഗോണും. ഈ പാൻക്രിയാസിൽ ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ് എന്ന് പറയുന്ന അതിലുള്ള രണ്ട് കോശങ്ങളാണ് ആൽഫ കോശവും ബീറ്റാ കോശവും. ബീറ്റാ കോശം പുറപ്പെടുവിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. പാൻക്രിയാസിലെ ബീറ്റാ കോശം പുറപ്പെടുവിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. എങ്ങനെ പഠിക്കാം? ഇൻസുലിൻ നമ്മൾ കുത്തിവെക്കുകയല്ലേ ചെയ്യുന്ന, അല്ലെ? ഡയബറ്റീസ് ഷുഗർ പേഷ്യൻസിന് ശരീരത്തിലെ ഷുഗർ കുറയ്ക്കാൻ വേണ്ടി ഇൻസുലിൻ കുത്തിവെക്കുകയാണ് ചെയ്യുന്നത്. ആ കുത്തിവെക്കുന്ന സിറിഞ്ച് കണ്ട ബീറ്റ എന്ന് എഴുതുമ്പോൾ ഈ വരണ്ട അത് സിറിഞ്ചാണ്. അപ്പൊ ഈ ബീറ്റാ കോശമാണ് ഇൻസുലിൻ എന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആൽഫ കോശം ഗ്ലൂക്കാഗോണാണെന്ന് കിട്ടും. മനസ്സിലായ? അപ്പൊ തിരിഞ്ഞു പോയിരിക്കാൻ വേണ്ടി ബീറ്റയുടെ വര സിറിഞ്ചാണ് ഇൻസുലിൻ ആണെന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ബീറ്റാ കോശങ്ങളാണ് ഇൻസുലിൻ പുറപ്പെടുവിക്കുന്നത് എന്നൊരു കാര്യം പഠിക്കാൻ പറ്റും. ഇൻസുലിന്റെ പ്രത്യേകത ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് മാറ്റും. ഗ്ലൂക്കോസിനെ എടുത്ത് കോശങ്ങളിലേക്ക് മാറ്റും. ഈ കോശങ്ങളിൽ വെച്ച് അത് ഗ്ലൈക്കോജനായിട്ട് സംഭരിക്കും. അപ്പൊ ഗ്ലൂക്കോസിനെ ഷുഗർ കൂടുമ്പോഴാണ് നമ്മൾ ഇൻസുലിൻ കുത്തിവെക്കുന്നത്. അപ്പൊ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി എവിടെയൊക്കെ സംഭരിക്കും? കോശങ്ങളിലും കരളിലും സംഭരിക്കുകയാണ് ഇൻസുലിന്റെ പ്രഥമ ധർമ്മം. ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൽഫ കോശങ്ങൾ പുറപ്പെടുവിക്കുന്നതാണ് നമ്മൾ പറഞ്ഞു. തിരിഞ്ഞു പോയിരിക്കാൻ വേണ്ടി ബീറ്റ ആലോചിച്ചാൽ അത് കിട്ടും. ഈ ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് ആൽഫ കോശങ്ങൾ പുറപ്പെടുവിക്കുന്ന ഗ്ലൂക്കാഗോൺ ആണ് കേട്ടോ. ഗ്ലൂക്കോഗോൺ ആണ് ഈ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നത്. ശരീരത്തിൽ നമ്മുടെ പഞ്ചസാരയുടെ അളവ് കുറയുമ്പോൾ ഗ്ലൂക്കാഗോൺ എന്ന ആൽഫ കോശങ്ങൾ പുറപ്പെടുവിക്കുന്ന ഹോർമോൺ കാരണം, ശ്രദ്ധിക്കുക, ഗ്ലൂക്കാഗോൺ എന്ന് പറയുന്ന ഹോർമോൺ ആൽഫ കോശമാണ് പുറപ്പെടുവിക്കുന്നത്. അപ്പൊ ഇത് കാരണം, ഗ്ലൂക്കോഗോൺ കാരണം ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റും. കരളിലും കോശങ്ങളിലും ഇരിക്കുന്ന ഗ്ലൈക്കോജനെ എടുത്ത് ഗ്ലൂക്കോസ് ആക്കി മാറ്റും, പഞ്ചസാരയുടെ അളവ് കൂട്ടും. അപ്പം ഈ ഇൻസുലിനും ഗ്ലൂക്കാഗോണും ചെയ്യുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുക എന്നാണ്. ഓക്കെ, പഞ്ചസാര നമ്മുടെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുമ്പോൾ ഇൻസുലിൻ പുറപ്പെടുവിക്കും. അപ്പൊ ഇൻസുലിൻ വരുമ്പോഴത്തേക്ക് ഈ ഗ്ലൂക്കോസിനെ എല്ലാം ആഗിരണം ചെയ്ത് കോശങ്ങളിലേക്കും കരളിലേക്കും ഗ്ലൈക്കോജനാക്കി സംഭരിച്ച് വയ്ക്കും. ഇനി ഗ്ലൂക്കോസിന്റെ അളവ് കുറയുകയാണ്, അപ്പൊ ഇനി ഗ്ലൂക്കോസ് വേണമെന്നുണ്ടെങ്കിൽ ആൽഫ കോശങ്ങൾ ഗ്ലൂക്കോഗോൺ പുറപ്പെടുവിക്കുകയും ഈ ഹോർമോൺ പോയി കരളിലും കോശങ്ങളിലും ഇരിക്കുന്ന ഈ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി വീണ്ടും മാറ്റുകയും ചെയ്യും. അങ്ങനെ ഈ ഗ്ലൂക്കോസിന്റെ ഒരു സംക്രമണം പൂർത്തിയാക്കുന്നതാണ് ഈ ആൽഫ കോശങ്ങളും ബീറ്റാ കോശങ്ങളും പാൻക്രിയാസിൽ ഈ രണ്ട് ഹോർമോൺസ് പുറപ്പെടുവിക്കുന്നതിലെ പ്രത്യേകത. അപ്പൊ ഇൻസുലിൻ കുത്തിവെക്കുന്ന ആലോചിച്ച് കഴിഞ്ഞാൽ അത് ബീറ്റാ കോശമാണെന്ന് കിട്ടും. അപ്പം നമുക്ക് പിന്നെ ആൽഫ കോശം ഗ്ലൂക്കാഗോൺ ആണെന്നും കിട്ടും. സിമ്പിൾ അല്ലേ? ഇനി ഇതിൽ എനിക്ക് പറയാനുള്ള പ്രധാന കാര്യം, ഈ പ്രശ്നങ്ങൾ, ഈ ഇൻസുലിന്റെ ഒക്കെ ഉത്പാദനം കുറയുമ്പോഴും പ്രശ്നം, അങ്ങനെയൊക്കെയാണ് ഡയബറ്റീസ് രോഗം വരുന്നത്. അപ്പോഴാണ് നമ്മൾ വെളിയിൽ നിന്ന് പിന്നെ
ഇത് എക്സ്ട്രാ കുത്തി വെച്ച് കൊടുക്കേണ്ടി വരുന്നു. ശരീരത്തിൽ ഇൻസുലിൻ ഇല്ല, പുറപ്പെടുവിക്കില്ല, പാൻക്രിയാസ് ഗ്രന്ഥി കംപ്ലൈന്റ് ആണ്. അങ്ങനെ വരുമ്പോഴാണ് എക്സ്ട്രാ ഗ്ലൂക്കോസ് കുത്തിവെച്ച് കൊടുക്കുക, ഇൻസുലിൻ കുത്തിവെച്ച് കൊടുക്കേണ്ടി വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് കാൽസിട്ടോണിനും പാരാതെർമോണും. എന്താണ് കാൽസിട്ടോണിനും പാരാതെർമോണും എന്ന് പറഞ്ഞാൽ? ഈ രണ്ടും തൈറോയിഡ് ഗ്രന്ഥി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യമാണ്. തൈറോയിഡ് ഗ്രന്ഥിയാണ് ഈ കാൽസിട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ പുറപ്പെടുവിക്കുന്നത്. അതൊരു പ്രോട്ടീൻ ഹോർമോണാണ്. നമ്മുടെ രക്തത്തിലെ കാൽഷ്യത്തിന്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രണ്ട് ഹോർമോണുകളാണ് ഈ കാൽസിട്ടോണിനും പാരാതെർമോണും. അപ്പൊ കാൽസിട്ടോണിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാൽഷ്യത്തിന്റെ അളവ് കുറയ്ക്കുക എന്നാണ് ലക്ഷ്യം. രക്തത്തിൽ എപ്പോഴും 9 മുതൽ 11 മില്ലിഗ്രാം 100 മില്ലി ലിറ്റർ രക്തത്തിൽ ഉണ്ടായിരിക്കണം. 9 to 11 കാൽഷ്യത്തിന്റെ അളവ്. അപ്പൊ ഇത് വളരെ കൂടിക്കഴിഞ്ഞാൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കാൽസിട്ടോണിൻ ഉപയോഗിക്കുന്നത്. ഇനി പാരാതെർമോൺ എന്ന് പറയുന്ന ഹോർമോൺ പാരാതൈറോയിഡ് ഗ്രന്ഥിയാണ് പുറപ്പെടുവിക്കുന്നത്. കാൽസ്യത്തിന്റെ അളവ് കൂട്ടുക എന്നതാണ് അതിന്റെ ലക്ഷ്യം. ഓക്കെ, ഈ ടെറ്റനി എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. ടെറ്റനി എന്ന് പറയുന്ന അസുഖം വരുന്നത് എല്ലുകൾ വരിഞ്ഞു മുറുകുന്ന അവസ്ഥ, അല്ലെ? അതായത് കാൽഷ്യത്തിന്റെ അളവ് ഒട്ടും ഇല്ലാതായിരുന്ന അവസ്ഥയാണ്. അതായത് ഈ PTH പാരാതെർമോൺ ഹോർമോൺ കുറഞ്ഞ് അതിന്റെ അഭാവം മൂലമാണ് ടെറ്റനി എന്ന അസുഖം ഉണ്ടാകുന്നത്. അപ്പൊ പാരാതൈറോയിഡ് ഗ്രന്ഥിയാണ് ഇത് പുറപ്പെടുവിക്കുന്നത്. ഹൈപ്പർ കാൽസിമിക് ഹോർമോൺ എന്നും അറിയപ്പെടുന്നത് പാരാതെർമോൺ ആണ്. അത് പാരാതൈറോയിഡ് ഗ്രന്ഥിയാണ് പുറപ്പെടുവിക്കുന്നത്. പ്രത്യേകത എന്താണ്? കാൽസ്യത്തിന്റെ അളവ് കൂട്ടുക എന്നതാണ് അതിന്റെ ലക്ഷ്യം. ഇനി സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്കും, ഇത് ശരീരത്തിന്റെ സ്വതന്ത്ര നാഡീ വ്യവസ്ഥയുടെ ഒരു രണ്ട് വിഭാഗമാണ് ഈ സിമ്പത്തറ്റിക് വ്യവസ്ഥയും പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയും. സിമ്പത്തറ്റിക് എന്ന് പറഞ്ഞാൽ ഫൈറ്റ്, ഫ്ലൈറ്റ് എന്നീ പറയുന്ന രണ്ട് പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. ഫൈറ്റ്, ഫ്ലൈറ്റ്. ഓക്കെ, പോയിന്റ് ആയിട്ട് പഠിച്ചു വെച്ചാൽ ചോദിക്കാം സ്കൂൾ ടെസ്റ്റ്. പാരാസിമ്പത്തറ്റിക്കിലാണെങ്കിൽ ദഹനവും വിശ്രമത്തെയും കുറിച്ച് പ്രവർത്തനങ്ങൾ നൽകുന്നു. ദഹനത്തിനും വിശ്രമത്തിനും വേണ്ടിയിട്ടുള്ള ആ ഇടവേളകളിൽ പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ പ്രവർത്തിച്ചാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഓക്കെ, ഇതിൽ പഠിക്കേണ്ടത് ഈ ഒരെണ്ണം പഠിച്ചാൽ മതി. നമുക്ക് സിമ്പത്തറ്റിക് വ്യവസ്ഥയിലുള്ള മാറ്റം പഠിക്കാം, അപ്പോഴത്തേക്ക് അപ്പുറത്ത് പഠിക്കാം, എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഒന്നാമത് സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ കണ്ണിലെ പ്യൂപ്പിളിന്റെ വലിപ്പം വികസിക്കും. അപ്പം അപ്പുറത്ത് പാരാസിമ്പത്തറ്റിക് എന്ത് ചെയ്യും? ഇതിന്റെ വലിപ്പം കുറയും. ഒരെണ്ണം പഠിച്ച ഒന്ന് പഠിക്കണ്ടേ, അതാണ് എളുപ്പം. അപ്പൊ സിമ്പത്തറ്റിക്കിലാണെങ്കിൽ പ്യൂപ്പിളിന്റെ വലിപ്പം കൂടുന്നു. അപ്പൊ പാരാസിമ്പത്തറ്റിക്കിലാണെങ്കിൽ പ്യൂപ്പിളിന്റെ വലിപ്പം കുറയുന്നു. ഇനി ഉമിനീർ ഉൽപാദനം കുറയുന്നു. ഈ സിമ്പത്തറ്റിക് വ്യവസ്ഥയിലെ മാറ്റമാണ് ഉമിനീരിന്റെ ഉൽപാദനം കുറയും. അപ്പൊ പാരാസിമ്പത്തറ്റിക്കിൽ എന്താണ്? ഉമിനീരിന്റെ ഉൽപാദനം കൂടും. ഇനി ശ്വാസനാളം വികസിക്കുന്നു, അപ്പുറത്ത് ചുരുങ്ങുന്നു. ഹൃദയമിടിപ്പ് കൂടുന്നു, അപ്പുറത്ത് കുറയുന്നു. ഇപ്പൊ പറയുന്നത് സിമ്പത്തറ്റിക് വ്യവസ്ഥയെ കാര്യങ്ങളാണ്. ആമാശയ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നു. ആമാശയ പ്രവർത്തനങ്ങൾ എന്താണ്? പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു അപ്പുറത്ത് വരുമ്പം. ഇനി ഹോർമോണിന്റെ അളവ് കൂടുന്നു. സിമ്പത്തറ്റിക്കിന് ഹോർമോണിന്റെ അളവ് കൂടുന്നു, പാരാസിമ്പത്തറ്റിക്കിന് ഹോർമോണിന്റെ അളവ് കുറയുന്നു. പിന്നെ മൂത്രാശയം പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു, സിമ്പത്തറ്റിക് അവസ്ഥയിലാണ്. അപ്പൊ പാരാസിമ്പത്തറ്റിക്കില് മൂത്രാശയത്തിന്റെ അളവ് മൂത്രാശയം ചുരുങ്ങുന്നു എന്ന് വരും അപ്പുറത്ത്. പിന്നെ ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നു പാരാസിമ്പത്തറ്റിക്കിൽ. അപ്പൊ പാരാസിമ്പത്തറ്റിക്കില് ഗ്ലൂക്കോസ് ഗ്ലൈക്കോജനായി മാറുന്നു. പിന്നെ പെരിസ്റ്റാൾസിന്റെ പ്രവർത്തനം മന്ദീഭവിക്കുന്നു. കുടലിലാണ് പെരിസ്റ്റാൾസിസ് പ്രവർത്തനം നടക്കുന്നത്. അതിന്റെ പ്രവർത്തനം മന്ദീഭവിക്കുന്നത് സിമ്പത്തറ്റിക് വ്യവസ്ഥയിലാണ്. അപ്പൊ ആ സമയത്ത് കുടലിലെ പെരിസ്റ്റാൾസിന്റെ പ്രവർത്തനം സാധാരണഗതിയിലാവുന്നത് സിമ്പത്തറ്റിക് വ്യവസ്ഥയിലാണ്. അപ്പൊ ഇതിൽ നമ്മൾ എന്തൊക്കെ ഞാൻ പറഞ്ഞോ അതിന്റെ എല്ലാം ഓപ്പോസിറ്റ് ആണ് പാരാസിമ്പത്തറ്റിക് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ കൺഫ്യൂഷൻ ഒന്നും ആവണ്ട, പഠിച്ചാൽ മതി. ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് വരാൻ കൊള്ളാവുന്ന നല്ലൊരു ചോദ്യം. കൊറോണറി ധമനിയിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്ന രോഗം ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. പക്ഷാഘാതം ഓപ്ഷൻ, ഫാറ്റി ലിവർ ഓപ്ഷൻ, ഹൈ പ്രഷർ, ഹൃദയാഘാതം. ഹൃദയവുമായി ബന്ധപ്പെട്ടതല്ലേ കൊറോണറി ധമനി എന്ന് പറഞ്ഞ. അപ്പോൾ ഏതേ ഒരു എളുപ്പത്തിൽ തന്നെ കിട്ടും, ഹൃദയാഘാതം എന്ന് കിട്ടും. ഓക്കെ, ഇത് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ഫസ്റ്റ് ഇതിൽ പഠിക്കേണ്ടത് ഇതിന്റെ എക്സ്പ്ലനേഷൻ പോയിന്റുകളെ കുറിച്ചാണ്. അപ്പൊ ഹൃദയാഘാതം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കൊറോണറി ധമനിയിൽ ഹൃദയാഘാതം, കൊറോണറി ധമനിയിൽ കൊഴുപ്പടിയുകയും രക്തപ്രവാഹം ചെയ്യുന്ന രോഗമാണ് ഈ ഹൃദയാഘാതം എന്ന് പറയുന്നത്, അല്ലെ? ഇനി ഇതിൽ ധമനി കാഠിന്യം എന്നറിയപ്പെടുന്ന ഒരു രോഗം പഠിക്കാറുണ്ട്. ഇതിനെയാണ് ആതീരോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത്. സ്ക്ലീറോസിസ്, അതായത് നമ്മളെ ഈ അഴുക്ക ആഹാര രീതി, മദ്യപാനം, പുകവലിയൊക്കെ കൊണ്ട് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. നമ്മുടെ ധമനിയിനകത്ത്, രക്തക്കുഴലിനകത്ത് ഈ കൊഴുപ്പടിഞ്ഞ് ഈ രക്തക്കുഴലിന്റെ വ്യാസം ചെറുതാവും.
ചെറുതാകുമ്പോഴത്തേക്ക് അതിൽ രക്ത ഓട്ടത്തിന് തടസ്സമുണ്ടാകുന്നു. അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നമാണ് ഈ അതിരോസ്ക്ലീറോസിസ്. അതിന്റെ തനി മലയാളം ധമനി കാഠിന്യം. ഇനി വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ധമനി കാഠിന്യമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വരാം. അതിരോസ്ക്ലീറോസിന്റെ മറ്റൊരു പേരാണ് ധമനി കാഠിന്യം. ഇത് മൂലം ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഒന്ന് ത്രോംബോസിസ്, രക്തം കട്ട പിടിക്കും, പോകാൻ പറ്റാതെ പ്രഷർ കയറി അവിടെ കട്ട പിടിക്കും. പിന്നെ അതിലൂടെ അറ്റാക്ക് ഉണ്ടാവും, ഹൃദയാഘാതം ഉണ്ടാവും, സ്ട്രോക്ക് ഉണ്ടാവും. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് നമ്മുടെ ബോധം കെട്ടി വീഴും, സ്ട്രോക്ക്, പാരാലിസിസ് പോലെ ആയിപ്പോ. ഓക്കെ, അപ്പൊ ഈ ധമനി കാഠിന്യം മൂലം ഉണ്ടാകുന്ന ശരീരത്തിലെ പ്രശ്നങ്ങൾ പഠിക്കുക. ഒന്ന്, ധമനിയുടെ ഭിത്തിയുടെ വ്യാസം, ഉൾവ്യാസം കുറയുന്നു, കൊഴുപ്പ് കയറി കുറയുന്നു. അടുത്തത്, രക്തക്കുഴലിന്റെ ഇലാസ്തികത കുറയുകയും രക്തക്കുഴൽ പൊട്ടാനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നു. പൊട്ടുന്നതിന് ഹെമറേജ് എന്ന് പറയും. അതിനുള്ള ഈ RBC ഉണ്ടല്ലോ, ചുവന്ന രക്താണുക്കൾ, അവ കട്ട പിടിച്ച് അവ നശിക്കും, ഒട്ടിപ്പിടിച്ച് കട്ട പിടിച്ച് നശിക്കും. ഓക്കെ, ഇനി നമുക്കിവിടെ പഠിക്കാനുള്ളത് എന്താണ്? ഹൈ പ്രഷറിനെ കുറിച്ച് പറയുന്നുണ്ടല്ലേ, ഹൈ BP യെ കുറിച്ച്. അപ്പൊ സാധാരണ ഒരു ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രക്തസമ്മർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120/80 mmHg ആണ്. അത് ഈ ഫസ്റ്റ് പ്രഷറിന് എപ്പോഴും സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയും. അടുത്ത പ്രഷറിന് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയും. അപ്പം ഈ ബ്ലഡ് പ്രഷർ 140-ഉം 90-നും മുകളിലാവുമ്പോൾ, സിസ്റ്റോളിക്ക് 140-ന് മുകളിലാവുകയും ഡയസ്റ്റോളിക്ക് ബ്ലഡ് പ്രഷർ, ഡയസ്റ്റോളിക് രക്തസമ്മർദ്ദം, അത് 90-ന് മുകളിലും ആവുന്ന അവസ്ഥയിലാണ് ഉയർന്ന രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. സാധാരണ ഇതാണ്. ഉയർന്ന രക്തസമ്മർദ്ദം വരുന്നതിനുള്ള കാരണം എന്ന് വെച്ചാൽ മദ്യപാനം, അമിത മദ്യപാനം, പിന്നെ പുകവലി, വ്യായാമ ഇല്ലായ്മ, ഒബീസിറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ സാധാരണ കഴിക്കുന്ന കുറച്ച് ഗുളികകളുണ്ട്, മരുന്നുകളുണ്ട്, പഠിക്കണം. അമിലോഡെഫൈൻ, ടെൽമിസാർട്ടൻ, ക്ലോറിതാലിഡോൺ, ഇതൊക്കെയാണ് ഈ അമിത അല്ലെങ്കിൽ ഉയർന്ന രക്തസമ്മർദ്ദത്തിന് ഉപയോഗിക്കുന്ന ഗുളികകൾ. ഓക്കെ, ഇനി പക്ഷാഘാതം. എന്താണ് പക്ഷാഘാതം എന്ന് പഠിക്കാം. പക്ഷാഘാതം 2 തരത്തിലുണ്ട്. പക്ഷാഘാതത്തിന് ജസ്റ്റ് ഒരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. പക്ഷാഘാതം എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക്, നമ്മളിപ്പോൾ പഠിക്കുന്ന സ്ട്രോക്ക് തന്നെയാണ്. അപ്പൊ മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത് മൂലമോ രക്തപ്രവാഹം തടസ്സപ്പെടുത്തുന്നത് മൂലമോ 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്നതോ അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിക്കുന്നതോ ആയ സെറിബ്രൽ പ്രവർത്തനങ്ങളുടെ തകരാറാണ് പക്ഷാഘാതം എന്ന് പറയുന്നത്. പക്ഷാഘാതം 2 തരത്തിലുണ്ട്. ഇസ്കമിക് ഉണ്ട്, ഹെമറേജ് ഉണ്ട്. ഇസ്കമിക് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ സപ്ലൈ രക്തത്തിൽ കുറയും, മസ്തിഷ്കത്തിലേക്ക് വരുന്ന ഓക്സിജൻ സപ്ലൈ രക്തത്തിൽ കുറയുമ്പോഴാണ് ഇസ്കമിക് പക്ഷാഘാതം ഉണ്ടാകുന്നത്. ഹെമറേജ് പക്ഷാഘാതം എന്ന് പറഞ്ഞാൽ ഈ രക്തക്കുഴലിന്റെ രക്തം വരുന്നത് തടസ്സം ഉണ്ടാവുകയും രക്തക്കുഴലുകൾ പൊട്ടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഹെമറേജ് എന്ന് പറയുന്ന പക്ഷാഘാതം. ഇനി ഇത് പക്ഷാഘാതം ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന്റെ ലക്ഷണങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ബി ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ്. ആദ്യം നമുക്ക് ബാലൻസ് നഷ്ടമാവും, പിന്നെ ഐസ്, പെട്ടെന്ന് കണ്ണിന് കാഴ്ച നഷ്ടപ്പെടും, ആ ഒരു ഫീല് വരും. പിന്നെ ഫേസ്, ഫേസ്, നമ്മളെ ചിരിക്കാനോ മുഖം അനക്കാനോ ഒന്നും പറ്റാത്ത ഒരു അവസ്ഥ വരും. പിന്നെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമാണ്, കൈകൾ അനക്കാൻ പറ്റുന്ന അവസ്ഥ വരും. പിന്നെ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീച്ച്, നമ്മളെ സംസാര ശേഷി നഷ്ടപ്പെടും. അതെല്ലാം വന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ ടെല്ലാണ്, ടെല്ല് എന്ന് പറഞ്ഞാൽ 911 അടുത്ത ഹോസ്പിറ്റലിലോ എത്തിക്കുക. 911 വിളിക്കുക, അല്ലെങ്കിൽ അടുത്ത ഹോസ്പിറ്റലിലോ വിളിക്കുക. ടൈമാണ് കേട്ടോ, ടൈമാണ്, ടെല്ലല്ല ടൈമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ശ്രദ്ധിക്കുക, അടുത്തൊരു ചോദ്യം. ഇതിൽ ശരിയായ ചോദ്യം ഏതാണ്? ADCK ഇവ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ ആണെന്നാണ് പറയുന്നത്. തെറ്റാണ്, തെറ്റാണ്. കാരണം അടക്ക് ആണ് കൊഴുപ്പ്. അടക്കയ്ക്ക് കൊഴുപ്പുണ്ട് എന്നാണ് നമ്മളത് പഠിക്കുന്നത്. ഫാറ്റ്, കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ അടക്കാണ്. ADEK ആണ് അടക്കിൽ ലയിക്കുന്നത്. എന്താണ് ഈ സി വരൂല. Bയും Cയും ജലത്തിൽ ലയിക്കുന്നതാണ്. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനാണ് Bയും Cയും. ജലം വളരെ ബിസി ആയിട്ട് കൊടുക്കുന്നത്. ഇതിനെക്കുറിച്ച്, വിറ്റാമിനെ കുറിച്ച് ഒരു കിട്ടിലം ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്തേക്കാം, ഫസ്റ്റ് കമന്റ് കൊടുത്തേക്കാം. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ലൈവിലാണെങ്കിൽ ജോയിൻ ചെയ്ത് ഈ ഹോട്ട് ടോപ്പിക് ക്ലാസ്സുകൾ പഠിച്ചു പോകാൻ പറ്റും. ഓക്കെ, അതിന് വാട്സാപ്പ് നമ്പറിൽ ഫസ്റ്റ് കമന്റ് നോക്കിയാൽ മതി, അതിൽ ബന്ധപ്പെട്ടാൽ മതി, വാട്സാപ്പ് ചെയ്താൽ മതി. ഓക്കെ, ശരി. അടുത്തത്, അപ്പം അത് ശരി. ഇനി പെല്ലഗ്ര, ഇത് ശരിയാണ്. കാരണം B3 പെല്ലഗ്രയാണ്. ഇത് എങ്ങനെ പഠിക്കാം? വളരെ എളുപ്പത്തിൽ പഠിക്കാം. ഞാൻ ഒന്ന് പണ്ടേ പറയുന്നത്, ഈ പെല്ലഗ്ര എന്ന് പറയുന്നതിന് 3 കണക്ട് ചെയ്യുക. ഈ ഗ്രായും ഈ 3 കൂടെ കണക്ട് ചെയ്യുക. ഈ 3 നമ്മൾ ഇങ്ങനെ എഴുതണം. 3-ന് നിങ്ങൾ ഇങ്ങനെ എഴുതി വെക്കണം. അങ്ങനെയല്ല, ഒരു 3 അവിടെ വരുന്നുണ്ട്. അതായത് നോക്ക്, ഈ 3 വീണ്ടും തിരിച്ചെഴുതി നോക്ക്.
അല്ല 3 വന്നുണ്ട്. അങ്ങനെ പെല്ലഗ്രയും ആ ഗ്രായും 3 വെച്ചിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും. അത് ശരി. എല്ലിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ എ അല്ല, വിറ്റാമിൻ ഡി ആണ് എല്ലിന്റെ പരിപോഷണത്തിന് ആവശ്യമായത്. കെയുടെ ഇത് തെറ്റാണ്, തെറ്റാണ്. കെയുടെ അഭാവം മൂലമാണ് സ്കർവി എന്ന് പറയുന്നുണ്ട്, സിയുടെ അഭാവം മൂലമാണ് സ്കർവി വരുന്നത്. അപ്പൊ ഇതിന്റെ എക്സ്പ്ലനേഷൻ പിന്നെ ഞാൻ ഇനി പറയുന്നില്ല, അത് പരിപൂർണമായിട്ട് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ളതാണ്. ആ ഒരു വീഡിയോ കണ്ടു നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻസ്. മന്ത് രോഗത്തിന്റെ രോഗാണുവിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫൈലേറിയൽ വിരയാണ് മന്ത് രോഗത്തിന് കാരണം എന്നുള്ള കാര്യം പഠിക്കുന്നത്. രോഗാണു ഫൈലേറിയൽ വിരയാണ്. രോഗങ്ങളും രോഗകാരികളും ഇതേപോലെ ഇപ്പൊ പറഞ്ഞ വിറ്റാമിൻ പോലെ രോഗങ്ങളും രോഗകാരികളും നമ്മുടെ ക്ലാസ് കിടപ്പുണ്ട്, കയറി നോക്കുക. അടുത്ത അതിന്റെ ലിങ്കും പ്രൊവൈഡ് ചെയ്തേക്കാം. ഫസ്റ്റ് കമന്റ് തന്നെ പേര് കൊടുത്ത് തന്നെ പ്രൊവൈഡ് ചെയ്തേക്കാം. നിങ്ങൾ പറഞ്ഞ കാര്യം വീണ്ടും ഒന്നുകൂടെ എനിക്ക് ആ കാര്യങ്ങളെ ഉള്ളൂ എനിക്ക് പറയാൻ, അതുകൊണ്ടാണ്. അടുത്ത എൻസൈം ഇല്ലാത്ത ദഹന രസം ഏതെന്ന് ചോദിച്ചാൽ ഉമിനീരിൽ എൻസൈം ഉണ്ട്. അടുത്ത എൻസൈം എന്ന് പറഞ്ഞാൽ രാസാഗ്നി കേട്ടോ. പിന്നെ ആമാശയരസം ഉണ്ട്, എൻസൈം ഉണ്ട്. പിന്നെ അടുത്ത ആഗ്നേയരസം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥിയിൽ വരുന്ന രസമാണ്. പിന്നെ പിത്തരസം നമുക്കറിയാലോ, നമ്മൾ ഛർദ്ദിച്ച് എന്തെങ്കിലും വയ്യ പ്രശ്നങ്ങൾ പനിയൊക്കെ വരുമ്പോൾ ഛർദ്ദിച്ച അവസാനം രക്തത്തിന് ലാസ്റ്റ് പിത്തം ഛർദ്ദിക്കുക എന്ന് പറയും അല്ലെ. ഒരു പച്ച നിറത്തിലുള്ള പച്ചയും മഞ്ഞയും കലർന്ന പിത്തം നമ്മൾ ശ്രദ്ധിക്കുക എന്ന് പറയും. ആ പിത്തരസം എന്ന് പറഞ്ഞാൽ പിത്താശയത്തിൽ നിന്നാണ് സംഭരിക്കപ്പെടുന്നത്. കരളിൽ ഉണ്ടാകുന്നതാണ് ഈ പിത്തരസം എന്ന് പറയുന്ന സാധനം. ഓക്കെ, അപ്പൊ ഇനി ഇതിൽ എൻസൈംസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിന്റെ നോട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത ചോദ്യം. അതൊക്കെ നമ്മൾ ഇനി ഫിസിക്സിലേക്ക് പോവുകയാണ്. ഓക്കെ, നമുക്ക് അപ്പം ഫിസിക്സിലേക്ക് പോകാം. ദൂരത്തിന്റെ യൂണിറ്റ് താഴെ പറയുന്നതിന് അല്ലാത്തത് ഏതെന്നാണ് ശരിയായത് ഏതൊക്കെയാണ് ചോദിക്കുന്നത്. മീറ്റർ നമ്മൾ നീളത്തിന്റെ ദൂരമാണ്, ലെങ്ത് വരും, മീറ്റർ വരും. പ്രകാശം ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരമാണ്, ലൈറ്റ് ഇയർ, അത് ചോദിക്കും. ഇനി കാൻഡില എന്ന് പറഞ്ഞാൽ തെറ്റാണ് കേട്ടോ. കാൻഡില വരില്ല. കാൻഡില എന്ന് പറഞ്ഞാൽ പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് ആണ്, ലൂമിനസ് ഇന്റൻസിറ്റി എന്ന് പറയും. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് ആണ് കാൻഡില. അപ്പൊ 1ഉം 2ഉം വരും. അങ്ങനെ ഒരു ഓപ്ഷൻ ബി ഓപ്ഷൻ ആണ്, അതാണ് ശരി ഉത്തരം. അതായത് അടിസ്ഥാന യൂണിറ്റുകൾ എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്, അതിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അടുത്ത മഴവില്ലിന് കാരണം എന്തെന്ന് ചോദിച്ചിട്ടുണ്ട്. മഴവില്ലിന് കാരണം പ്രകാശ പ്രകീർണനമാണ് ഉത്തരം. പ്രകാശത്തിന്റെ പ്രകീർണനം ഇത് മാത്രമല്ല മഴവില്ലിന് കാരണം. അപവർത്തനം വരും, പൂർണ്ണാന്തര പ്രതിഫലനം വരും, പ്രകീർണനം വരും. പ്രകാശം എന്ന് പറയുന്ന ടോപ്പിക്ക് നല്ല രീതിയിൽ പഠിച്ചാൽ ഇതിനും മാർക്ക് കിട്ടും. ഓക്കെ, വരും ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. ഇനി പ്രകാശത്തിന്റെ വിസരണം എന്ന് പറഞ്ഞാൽ എന്താണ്? വിസരണം എന്ന് പറഞ്ഞാൽ പ്രകാശം ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ പല പൊടി പടലങ്ങളിലൊക്കെ തട്ടി ക്രമരഹിതമായിട്ട് വരുന്ന അവസ്ഥയാണ് ഈ വിസരണം എന്ന് പറയുന്നത്. വിസരണത്തിന്റെ പ്രത്യേകത, ഈ വിസരണം എന്ന് പറയുന്ന സംഭവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഈ കടലിന് നീല നിറം ലഭിക്കുന്നതിന് കാരണം, ആകാശത്തിന്റെ നിറത്തിന്റെ കാരണം വിസരണമാണ് കേട്ടോ. അപ്പൊ അതിൽ ഏറ്റവും തരംഗ ദൈർഘ്യം ഉള്ള കളർ ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്ന നിറം എന്ന് വെച്ചാൽ അത് വയലറ്റ് ആണ്. അതേപോലെ ഏറ്റവും വിതരണത്തിന് വിധേയം കുറവ് ഉള്ളത് റെഡ് ആണ്. അപ്പൊ ആ തരംഗ ദൈർഘ്യവുമായിട്ട് ബന്ധപ്പെട്ട കളറുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെക്ഷനാണ് അതിൽ വരുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ നല്ല ക്ലാസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒന്നുകൂടെ പറയാം. പ്രകാശ അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കുമ്പോൾ തരംഗ ദൈർഘ്യം കുറഞ്ഞ വർണ്ണങ്ങൾക്ക് വർണ്ണങ്ങൾ നഷ്ടപ്പെടുന്നതിന് കാരണം വിസരണമാണ്. ടിൻഡൽ എഫക്ട് വാൽ നക്ഷത്രം ഇങ്ങനെ പോകുമ്പോൾ അതിന്റെ വാല് ചെറുതായിട്ട് ദൃശ്യമാവും. അതായത് ഇങ്ങനെ പോകുമ്പം അതിന്റെ സഞ്ചാരപാത ദൃശ്യമാകുന്ന ഒരു എഫക്റ്റ് ആണ് ടിൻഡൽ പ്രഭാവം എന്ന് പറയുന്നത്. പ്രകാശ പ്രതിപതനം നിങ്ങൾക്ക് അറിയാലോ, തട്ടിയിട്ട് തിരിച്ചു വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതിനെ മഴവില്ല് പറയുമ്പോൾ ഒരു കാര്യം പറയാൻ പറ്റും. മഴവില്ലിന്റെ ആകൃതി എപ്പോഴും വൃത്താകൃതിയിലാണ് വരുന്നത്. സൂര്യന്റെ ഏറെ എതിർവശത്താണ് മഴവില്ല് ഉണ്ടാകുന്നത് അല്ലെ. വിബ്ജിയോർ എന്ന് പറയും. അതിന്റെ കളർ വരുന്നത് വിബ്ജിയോർ എന്ന കണക്കിലാണ് അല്ലെ. അപ്പൊ ഇതിൽ ഈ മഴവില്ലിൽ ഏറ്റവും പുറം വക്കിൽ കാണപ്പെടുന്ന നിറമാണ് ഈ പറയുന്ന റെഡ്. ഏറ്റവും അടിയിൽ കാണപ്പെടുന്ന നിറമാണ് വയലറ്റ്. ഇതിന്റെ കോണളവ് ഒന്ന് പഠിക്കണം, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇതില് വയലറ്റിന്റെ ചുവപ്പ് നിറവും വയലറ്റിന്റെയും അതിന്റെ ദൃഷ്ടിരേഖയായിട്ടുള്ള ആംഗിൾ ഒന്ന് പഠിക്കണം. ചുവപ്പിൻ്റെത് 40 കാണാതെ പഠിക്കണം, 42.8ഉം വയലറ്റിൻ്റെത് 40.8 ഡിഗ്രിയാണ്. ചോദിച്ചിട്ടുണ്ട്, പഠിക്കണം കേട്ടോ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഒൺവേറാണ്, വെറുതെ കിട്ടുന്ന മാർക്കാണ്, കളയരുത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എഴുതിയിട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം, ആപേക്ഷിക സാന്ദ്രത. മണ്ണെണ്ണയുടെ സാന്ദ്രത വന്നിട്ടുണ്ട് 810 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. എങ്കിൽ ആപേക്ഷിക സാന്ദ്രത എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആപേക്ഷിക സാന്ദ്രത കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ പഠിച്ചോ. ആപേക്ഷിക സാന്ദ്രത കേട്ടാ, അതായത് തന്നിരിക്കുന്ന വസ്തുവിന്റെ സാന്ദ്രത എത്രയാണോ അത് എഴുതുക. അടിയിൽ ജലത്തിന്റെ സാന്ദ്രത,
ജലത്തിന്റെ സാന്ദ്രതയും മുകളിൽ എത്രയാണ് തന്നിരിക്കുന്നത് അത് എഴുതുക. ജലത്തിന്റെ സാന്ദ്രത നമുക്കറിയാം എപ്പോഴും 1000 ആയിരിക്കും. ഇപ്പൊ 810 തന്നിരിക്കുന്ന വസ്തുവിന്റെ സാന്ദ്രത ബൈ ജലത്തിന്റെ സാന്ദ്രത വെട്ടിപ്പോകുമ്പം 0.81 കിട്ടും. ആപേക്ഷിക സാന്ദ്രത എന്ന് പറഞ്ഞാൽ 0.81. അതിന് യൂണിറ്റ് ഇല്ല. ഓക്കെ, എളുപ്പത്തിൽ മാർക്ക് കിട്ടുന്ന ഒരു ഏരിയയാണ്. അപ്പൊ അവസാനമുള്ള 3 ക്വസ്റ്റ്യൻസ് കെമിസ്ട്രി എന്ന് വന്നതാണ്. എസ് ആൻഡ് പി ബ്ലോക്ക് മൂലകങ്ങൾ പീരിയോഡിക് ടേബിളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ എക്സ്പ്രഷൻ ക്ലാസ് ഇതില് കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. എസ് ആൻഡ് പി ബ്ലോക്കിലെ മൂലകങ്ങളെ ഒരുമിച്ച് പറയുന്നത് പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നാണ്. പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നാണ് പറയുന്നത്. അത് പഠിച്ചോണം. പ്രാതിനിധ്യ മൂലകങ്ങൾ ചോദിച്ചതാണ്. മെറ്റലും ലോഹവും ആസിഡും തമ്മിൽ പ്രവർത്തിച്ചാൽ പുറത്തു വരുന്ന വാതകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ആണ്. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ലോഹങ്ങളും അലോഹങ്ങളും എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് വന്നതാണ്. ഇനി അടുത്ത കാർബണിന്റെ രൂപാന്തരത്വം എന്ന് പറയുന്ന സ്കൂൾ ടെസ്റ്റ് അതേപോലെ നമുക്ക് പഠിക്കാനുള്ള ഒരു ഏരിയയാണ്. അതിൽ നിന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. കാർബണിന്റെ ഏറ്റവും പുതിയ രൂപാന്തരത്തിന്റെ പേര് എന്താണെന്ന് വെച്ചാൽ കാർബൺ നാനോ ബഡുകൾ. കാർബൺ നാനോ ബഡുകൾ. അപ്പൊ ഇതിന്റെ 3 എക്സ്പ്ലനേഷൻസ് താഴെ ഇട്ടേക്കാം. അപ്പൊ നമ്മുടെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.